Dear students, welcome to SS Physics classes. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതോടൊപ്പം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഈ സ്ഥാപനങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ സയന്റിസ്റ്റുമാരെയും പ്രൊഫസർമാരെയും സബ്ജക്ട് എക്സ്പേർട്ടുകളും എല്ലാം വാർത്തെടുക്കുക. ഈ സ്ഥാപനങ്ങളിലേക്കുള്ള നേരിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു മാർഗമാണ് KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. ഈ സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് ഈ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അഡ്മിഷനും അതോടൊപ്പം ഇന്ത്യയിലെ എല്ലാ സയൻസ് പഠിക്കുന്ന ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിന്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ. അപ്പൊ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് അറിയേണ്ട കാര്യം, 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും 12th അതോടൊപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ഈ 3 സ്ട്രീമുകളായിട്ടാണ് എക്സാം നടത്തുന്നത്. അതിലെ 11th ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ SA സ്ട്രീം എന്നും 12th ക്ലാസ്സിലെ അതോടൊപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറിനെ SBSX സ്ട്രീമുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുക. അപ്പൊ അതിലെ SBSXലെ 2020 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാം. ഞാൻ സാംസൺ SS, എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years. ഈ ഒരു ചാനലിലൂടെ KVPY, ഐസർ അതോടൊപ്പം തന്നെ നമ്മുടെ നീറ്റ്, കീം, JEE എക്സാമുകൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. സോ SBSXലെ 2020 ക്വസ്റ്റ്യൻ പാറ്റേൺ അത് അറിയുക. നമുക്ക് 4 സബ്ജക്ട്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ഈച്ചാണ് SBSX സ്ട്രീമിൽ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ സബ്ജക്റ്റിലും 30 ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങനെ 120 ക്വസ്റ്റ്യൻസ് ആണ്. അതില് ഓരോ സബ്ജക്റ്റിനും 2 പാർട്ടുകളുണ്ട്. പാർട്ട് 1 20 ക്വസ്റ്റ്യനും പാർട്ട് 2 10 ക്വസ്റ്റ്യൻസും. അതിലെ ഫസ്റ്റ് പാർട്ടിലുള്ള ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് കിട്ടുന്നത് +1 മാർക്കാണെങ്കിൽ അതിലെ നെഗറ്റീവ് മാർക്കിംഗ് വരുമ്പോൾ 0.25 ആയി. സെക്കൻഡ് പാർട്ടിന് നമുക്ക് 2 മാർക്ക് വെച്ച് കിട്ടും. പക്ഷെ അതിന്റെ 1/4 ആയ 0.5 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, മറക്കരുത്. അങ്ങനെ ടോട്ടൽ 160 മാർക്സിനാണ് നമുക്ക് KVPY ഫിസിക്സ് 4 സബ്ജക്ട്സും കൂടെ. അപ്പൊ SBSXനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അതിലെ ഫസ്റ്റ് പാർട്ടിലൊന്ന് ഏതെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം അവോയ്ഡ് ചെയ്യാം, 3 വിഷയം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഏതെങ്കിലും 2 എണ്ണം മതിയായിരിക്കും. അപ്പൊ അതറിഞ്ഞ് നിങ്ങൾ പ്രിപ്പയർഡ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നോക്കുമ്പോൾ വളരെ വ്യക്തതയോടെ അറിയുക. ഇൻ ഡെപ്തിൽ കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനുള്ള സാധ്യതയുള്ളത്. സോ വി ക്യാൻ ഗോ വിത്ത് അവർ 21st ക്വസ്റ്റ്യൻ. നമ്മുടെ യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ 21 മുതലാണ് നമ്മുടെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആരംഭിക്കുക. സോ വി ക്യാൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കും. നോക്കണേ. Look the question. Students A, B, Z measure the length of the room using 25-meter long measuring tape having least count 0.5 centimeter and a meter scale having the least count 0.1 centimeter and a foot scale. മീറ്ററിന് പകരം ഫുട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നു. അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.05 ആണെങ്കിൽ, ഇഫ് ദ സ്പെസിഫൈഡ് ലെങ്ത് ഓഫ് ദ റൂം ഈസ് 9.5 മീറ്റർ, അപ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട ലെങ്ത് ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്നത് 9.5 മീറ്റർ. Then which of the following students will report the lowest relative error in the measurement of length?
അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. So that is simply that absolute error division by the true value. അല്ലെ? യെസ്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നത്തിങ് ബട്ട് ദ ലീസ്റ്റ് കൗണ്ട് എറർ എന്നാണ്. ദർ ഈസ് എ മാക്സിമം പോസിബിൾ എറർ ഇൻ എ മെഷർമെന്റ് ഒരു ഇൻസ്ട്രുമെന്റിൽ. സോ ലീസ്റ്റ് കൗണ്ട് എറർ ഡിവിഷൻ ബൈ ട്രൂ വാല്യൂ ആണ് റിലേറ്റീവ് എറർ എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ ആദ്യം ടേപ്പിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഓർക്കണേ, അവിടത്തെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എറർ ആയ 0.5 സെന്റിമീറ്റർ ഡിവിഷൻ ബൈ കറസ്പോണ്ടിങ് ആയിട്ട് ട്രൂ വാല്യൂ. ഇപ്പൊ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഈസ് 9.5 സെന്റിമീറ്റർ ആണ് അല്ലെ. സോ 10 സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. ഇനി അതേപോലെ നമ്മുടെ മീറ്റർ സ്കെയിൽ എടുക്കുമ്പോൾ അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ 9.5 ഇൻറ്റു 10 സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ ഫുഡ് സ്കെയിൽ എടുക്കുകയാണെങ്കിലോ ഇറ്റ് ഈസ് 0.05 ബൈ 9.5 ഇൻറ്റു 10 സ്ക്വയർ. അപ്പൊ ഇത് റിലേറ്റീവ് എറർ ആണ് ഒരു മെഷർമെന്റ്. പക്ഷെ ഈ ക്വസ്റ്റ്യനുള്ള ഒരു ബ്രെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് ടാപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവന്റെ ടോട്ടൽ ലെങ്ത് 25 മീറ്റർ ആണ്. അപ്പൊ 9.5 മീറ്റർ ലെങ്ത് ഉള്ള നമ്മളുടെ ആ റൂം നമ്മൾ മെഷർ ചെയ്യാൻ ഒരു പ്രാവശ്യം മതിയാവും അല്ലേ? യെസ്. പക്ഷേ മീറ്റർ സ്കെയിൽ ആണെങ്കിലോ 9.5 ആണ്, 10 പ്രാവശ്യം അളക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ 10 ടൈംസ് ആയിട്ട് ഈ എറർ മാറില്ലേ? അപ്പൊ ഫുഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്ട് 0.30 മീറ്റർ ആണ് അല്ലെ. അപ്പൊ റഫ്ലി അത് 30 സെന്റിമീറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 9.5 എന്ന് പറയുന്നത് നമ്മൾ എറൗണ്ട് ഒരു 31 പ്രാവശ്യം നമ്മൾ അളന്നാൽ മാത്രമേ 9.5 നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ അത് വ്യക്തതയോടെ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കുമ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ടാപ്പിനെ സംബന്ധിച്ചിടത്തോളം യു ഗെറ്റ് ദ വാല്യൂ ആസ് 5.26 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -4. അത് നമ്മുടെ മീറ്റർ സ്കെയിൽ വരുമ്പോൾ അത് 10 പ്രാവശ്യം അളക്കുന്നു കേട്ടോ. അപ്പൊ എറർ 10 ടൈംസ് ആയിട്ട് മാറുമ്പോൾ 1.053 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -3. അത് ഫുഡ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് അത് 31 പ്രാവശ്യമായിട്ട് അത് നമ്മൾ അളക്കേണ്ടി വരുന്നു. 1.632 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് -3. അപ്പൊ ഏറ്റവും കുറഞ്ഞ എറർ വരുന്നത് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ എ മെഷർമെന്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എ ആണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. അപ്പൊ ഓർക്കണേ, റിലേറ്റീവ് എറർ ആണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നമ്മൾ ആ റൂമിന്റെ 9.5 മീറ്റർ അളക്കാൻ ടേപ്പ് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ മീറ്റർ സ്കെയിൽ നമ്മൾ 10 പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്നു. അത് ഫുഡ് സ്കെയിൽ എന്ന് പറയുന്നത് 31 പ്രാവശ്യം. അപ്പൊ അത്ര കണ്ട് മടങ്ങ് റിലേറ്റീവ് എറർ അവിടെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കുറവ് എറർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എയുടേതായിരിക്കും. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക, വളരെ പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് ആണ്. മീന applies the front brakes while riding on her bicycle along a flat road. The force that slows her bicycle is provided by the വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഇതിലെ ചോയ്സസ് ഒന്ന് നോക്കിയേ. ഫ്രണ്ട് ടയർ, റോഡ്, റിയർ, ബ്രേക്സ്. അപ്പൊ അതില് നമ്മുടെ ഫ്രണ്ട് ടയറും റിയർ ടയറും അതോടൊപ്പം ബ്രേക്സും ഇതെല്ലാം തന്നെ നമ്മുടെ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് അല്ലെ. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി ഇന്റേണൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടത്തെ ഫ്രിക്ഷണൽ കോൺസെപ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ റോഡാണ് അല്ലെ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ അവിടെ ടയറും റോഡും തമ്മിലുള്ള അപ്പൊ റോഡാണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആണ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ. അതൊരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പക്ഷെ അത് കൊടുക്കുന്നത് റോഡ് ടയർ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ റോഡിന്റെ സർഫസിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് പ്യുവർലി എക്സ്റ്റേണൽ ആണ്. എപ്പോഴും ഓർക്കുക, ഒരു ബോഡിയുടെ മൂവ്മെന്റിനെ നമ്മൾ
പുറത്തുനിന്നുള്ള ഏജൻസി ആണ് നിയന്ത്രിക്കുന്നത്, അല്ലെ? ഇന്റേണൽ ഫോഴ്സസ് അല്ല. അപ്പോൾ മൂവ്മെന്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഒക്കെ അൺഅഫക്റ്റഡ് ആണ് പ്രസൻസ് ഓഫ് ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ റോഡ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെ ദ ഫോഴ്സ് ദാറ്റ് സ്ലോസ് ഹെർ ബൈസൈക്കിൾ ഈസ് പ്രൊവൈഡഡ് ബൈ, നമുക്ക് എക്സാക്റ്റ് ആയിട്ട് റോഡായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് പ്യുവർലി എക്സ്റ്റേണൽ. അപ്പൊ ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഗുഡ്. നോക്കണേ, എ പ്രോട്ടോൺ ആൻഡ് ആൻ ആന്റി പ്രോട്ടോൺ. അപ്പോൾ അതിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പ്രോട്ടോണിന്റെ. അപ്പോൾ പ്രോട്ടോണിന് ഈ നമ്മൾ പി പ്ലസ് ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവന് മൈനസ് പി ചാർജ്, നമ്മൾ മൈനസ് ചാർജ് കൊടുക്കേണ്ടി വരും. ആന്റി പ്രോട്ടോൺ കം ക്ലോസർ ടു ഈച്ച് അതർ ഇൻ വാക്വം സച്ച് ദാറ്റ് the distance between them is 10 centimeter. Consider the potential energy to be zero at infinity. The velocity at this distance will be, so that is now. അപ്പൊ ആദ്യം ഒരു ഇൻഫിനിറ്റി സെപ്പറേഷനിലാണ് ഇരുന്നത്. ദാറ്റ് പി പ്ലസ് അടുത്ത പി മൈനസ് ആയിട്ട് അടുത്ത് കൊണ്ടുവന്നു. അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിട്ട് മാറുമെങ്കിൽ, അപ്പൊ ഇനിഷ്യലി അവരങ്ങ് ഇൻഫിനിറ്റി ആണ്, ഇപ്പൊ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് നമ്മുടെ സെക്കൻഡ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ദ ടോട്ടൽ എനർജി കൺസർവേഷൻ അവിടെയില്ലേ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവരുടെ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെ? അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം കൈനറ്റിക് എനർജി ഇനിഷ്യൽ പ്ലസ് കൈനറ്റിക് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റി ദേ ആർ അറ്റ് റെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് എടുക്കേണ്ടി വരും. പൊട്ടൻഷ്യൽ എനർജിയൊക്കെ അവിടെ സീറോ ആണ് ഇൻഫിനിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ സപ്പോസ് രണ്ടുപേരുടെയും മാസ് നമുക്ക് എം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ മൂവ് ചെയ്യുന്ന സ്പീഡ് അവർക്ക് തമ്മിലുള്ള അത് ഒരേ മാസ് ആയതുകൊണ്ട് ഒരേ സ്പീഡ് ആയിരിക്കും ഗെയിൻ ചെയ്യാൻ. നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം ഇൻറ്റു ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെത് വി സ്ക്വയർ ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെത് ഹാഫ് എം വി സ്ക്വയർ ആയിട്ട് എടുക്കാം. പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അല്ലെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. വടപെടുത്ത പൊട്ടൻഷ്യൽ എനർജി സാധാരണ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവിഷൻ ബൈ അവ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്, അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് ചാർജസ്, അപ്പൊ ഇവിടെ പ്രോട്ടോണിന്റെ ചാർജ് ആണ് ഇ ആണ്, ഒരെണ്ണത്തിന് മൈനസ് ഇ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു ഇ ഇൻറ്റു മൈനസ് ഇ ഡിവിഷൻ ബൈ അവ തമ്മിലുള്ള സെപ്പറേഷൻ 10 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണാവോ? വെലോസിറ്റി അല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്കത് എം ഇൻറ്റു വി സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? യെസ്, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് കെ ഇൻറ്റു ഇ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. നമുക്ക് വേണ്ടത് വി അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ വി. സോ എമ്മിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ you get the value with the root. So that is the aspect. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 9 into 10 to the power of 9 into electronic charge 1.6 into 10 to the power of minus 19 square, that division by the mass of that proton 1.67 into 10 to the power of minus 27 into that separation as 10 into 10 to the power of minus 2. ഒന്ന് സോൾവ് ചെയ്താൽ you get the value as root of 1.3796 and you get the value as is equal to root 1.3796 as is equal to 1.17 meter per second. Our first option as the answer. So that is the question number 23. ജസ്റ്റ് കൈനറ്റിക് എനർജി കൊടുക്കുന്നത് അവന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്നുള്ള ആസ്പെക്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ we get the correct answer. So we can go with the question number 24. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരു എളുപ്പ വഴി നമുക്ക് പർപ്പസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A point particle is acted upon by a restoring force of minus k into x cube. The time period of oscillation is capital T when the amplitude is A.
then the time period for an amplitude 2a will be. ഇതാണ് നമ്മളോട് ചോദ്യമായിട്ട് വന്നിരിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു പീരിയോഡിക് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്കൊരു ഉറപ്പായിട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പവർ എക്സ് ക്യൂബ് ഒക്കെ ആയി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും SHM ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? അപ്പൊ മറ്റൊരു ആംപ്ലിറ്റ്യൂഡിലുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ ഉറപ്പായിട്ടും അത് ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ സാധാരണ നമ്മൾ പറയുന്ന കേസസ് എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ ഡിപ്പെൻഡബിൾ ആണ്, മാസ് ഡിപ്പെൻഡബിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ടൈം പീരീഡിനുള്ള ഒരു എംപെരിക്കൽ ഫോർമുല നമുക്ക് ഉണ്ടാക്കാം. ബൈ കൺസേൺ എങ്ങനെ? ദാറ്റ് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ്, the constant k and the amplitude എന്നൊരു ആസ്പെക്ട്സ് എടുത്താൽ ഒരു എംപെരിക്കൽ ഫോർമുല നമുക്ക് ഉണ്ടാക്കാം. m to the power of p, k to the power of q, amplitude to the power of r. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ എഴുതാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈം മാത്രമേ ഉള്ളൂ അല്ലെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ m raised to the power of p into k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ്? ഇവിടെ തന്നിട്ടുള്ളത് the restoring force is given as. ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ k into x ക്യൂബ് എന്നാണ് പറയുന്നത് അല്ലെ? നമുക്കറിയാം ഫോഴ്സിന്റെ ഡയമെൻഷൻ mlt raised to -2 അല്ലേ? k into l ക്യൂബ് ആയിട്ട് എടുക്കാം. അപ്പൊ k യുടെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? m L raised to -2 t raised to -2 അല്ലെ? സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ml raised to -2 t to the power of -2 raised to the power of q into that amplitude L to the power of r. നമുക്ക് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത്, സോ m to the power of p and m to the power of q, so p plus q and L to the power of here -2q, ഇവിടെ plus r, then t to the power of -2q. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അങ്ങോട്ട് കൊടുത്തേ. ഇവിടെ m ന്റെ പവർ ഓഫ് 0, that should be equal to p plus q. L ന്റെ പവർ 0, that is equal to -2q plus r. അതേവിടെ t യുടെ പവർ 1 is equal to -2q. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ q എന്ന് പറയുന്നത് നമുക്ക് -1/2 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് പിയുടെ വാല്യൂ -q അല്ലേ എന്ന് പറയുമ്പോൾ അത് +½ ആയിട്ട് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2q ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ -1 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ? എങ്കിൽ ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തിയില്ലേ? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇവിടെ നോക്കി, t is proportional to m to the power of p. p is what? 1/2. k to the power of q. q is what? -1/2. and amplitude raised to the power of -1. അപ്പൊ മൈനസ് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/a into root of m division by k എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് there. അവിടെ മാസും കെയും നമുക്ക് മാറ്റമില്ലല്ലോ. ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞൂടെ t is proportional to 1/a. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് എങ്ങനെ പറയാം? t2/t1 is equal to sa1 division by a2 ആയിട്ട് പറഞ്ഞൂടെ? നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു a1 division by a2 എന്ന് പറയുന്നത് ഡബിൾ ഓഫ് a1 ആയിട്ടല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് t1/2 ആയിട്ട്, t/2 ആയിട്ട്. That means the second option as the answer. അപ്പോൾ വളരെ പ്രസൻസ് ഓഫ് മൈൻഡും ബ്രെയിനും ഒക്കെ നിങ്ങളുടെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളാണ് വെയിറ്റ് ചെയ്യുക. സോ ഇത് കൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കൃത്യതയോടെ നോക്കിയിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ ദ നെക്സ്റ്റ് വൺ. സോ ഫ്രം SS ഫിസിക്സ് ക്ലാസ്സസ് ഈ വരുന്ന ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടി CBSE ക്ലാസ് 12 വേണ്ടി ഉള്ള സപ്പോർട്ട് SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. 1 month ക്രാഷ് കോഴ്സ് ഈസ് there. താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ
25. The output voltage taken across the resistance of an LCR circuit falls to half of its peak value at a frequency of 200, again reaches the same value at 800 Hz. The bandwidth of this circuit is സാധാരണ ഒരു LCR സർക്യൂട്ടിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ ഒമേഗയായിട്ട് എഴുതിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് R/L ആണ്. ഇവിടെ ഹെഡ്സിൽ പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 2π into that band frequency is equal to R/L. So delta F in the value R/L into 2π. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ റഫ്ലി R/L എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് വരാൻ പറ്റുക? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ LCR സർക്യൂട്ട് അത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് എടുക്കുമ്പോൾ പീക്ക് വാല്യൂവിന്റെ പകുതിയാകുകയാണ്. ഓക്കെ, ദാറ്റ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പീക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സേ I0 എന്ന് പറയുന്ന കറണ്ട് ആണ് ആ പീക്ക് വാല്യൂ ആയിട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അക്രോസ് റെസിസ്റ്റൻസ് I0 R എന്നല്ലേ അതിന്റെ അർത്ഥം പറയാം. ഗുഡ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാം. ഇനി എന്താണ് I0 എന്ന് പറയുന്നത്? I0 എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് അറ്റ് റെസൊണൻസ്, സോറി യെസ്, നമ്മുടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ അവിടുത്തെ പീക്ക് വാല്യൂ ഡിവിഷൻ ബൈ ഇംപിഡൻസ് ആണ് ഇസഡ് ആയിട്ട്. ഇസഡ് എന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്കിലെ അപ്പോഴത്തെ ഇംപിഡൻസ് ടോട്ടലായിട്ട്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് എത്ര ആയിട്ട് പറയുന്നത്? പീക്ക് വാല്യൂ ബൈ 2 ആയിട്ടാണ് തന്നിരിക്കുന്നത്. V0 ക്യാൻസൽ എന്ന് പറയുമ്പോൾ അവിടത്തെ ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഡബിൾ ഓഫ് R ആണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി എന്താണോ ഇസഡ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു LCR സർക്യൂട്ട് ആണെങ്കിൽ, അപ്പോൾ LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ അവിടുത്തെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് അറിയാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, യെസ് നമുക്കറിയാം, XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ ആണ് നമ്മുടെ 2R എന്നുള്ളത്. സ്ക്വയർ ചെയ്തേ. അപ്പൊ നമുക്ക് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ is equal to 4 into R square. So we get the value for XL minus XC is equal to 3 into R square. That much is square. So XL minus XC യുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് √3R. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് രണ്ട് ഫ്രീക്വൻസികളില് ഏതൊക്കെ? 200 ഹെർട്സിലും 800 ഹെർട്സിലും. അപ്പൊ നമ്മുടെ സാധാരണ റെസൊണൻസ് കർവ് വരയ്ക്കുമ്പോൾ ഇതാണ് ഇപ്പോ ഹാഫ് ഓഫ് ദ പീക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. യെസ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ശ്രദ്ധയോടെ വരണം, ഈ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് മുന്നേയുള്ളതിൽ ഫ്രീക്വൻസി കുറവാണ്. നമുക്കറിയാം XL എന്ന് പറയുന്നത് ω/L എന്നാണ് നമ്മൾ എഴുതുക. XC എന്ന് പറയുന്നത് 1/ωc ആണ്. അതാണ് √3R എന്ന് നമ്മളോട് പറയും. അപ്പൊ ഫ്രീക്വൻസി കുറയുമ്പോൾ ഈ വാല്യൂ കൂടുതലായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ കപ്പാസിറ്റീവിന് ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ 200 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇക്വേഷൻ മാറണം. എങ്ങനെ? ഇവൻ ആയിരിക്കണം പ്രിഡോമിനന്റ് എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സർക്യൂട്ടിലേക്ക് എഴുതാം? 1/ω1 into C minus ω1 into L എന്ന് പറയുന്നത് √3R ആയിട്ട് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. അതേപോലെ രണ്ടാമത്, ഇത് നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട്. രണ്ടാമത് 800 ആയിട്ടുള്ള ഹെഡ്സ് വരുമ്പോൾ ഇൻഡക്റ്റീവിനായിരിക്കും പ്രിഡോമിനൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ω2 into L minus 1/ω2 into C is equal to √3R. ഇനി
നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡെൽറ്റ ഒമേഗയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ഒഴിവാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കണേ. സി, നമുക്ക് ഇവിടെ ഓർക്കണം, ഇത് L ആണ്, ഇത് C ആണ്. നമുക്ക് ഈ R/L അല്ലേ നമുക്ക് വേണ്ടത്? യെസ്. അപ്പൊ ഒരു L കൊണ്ട് ഈ L-നെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് √3/R. അപ്പൊ ഒരു L കൊണ്ട് ഇവിടെ അങ്ങ് ഡിവൈഡ് ചെയ്ത് പോവാം ഫസ്റ്റ്. അപ്പൊ നമുക്ക് എന്തായിട്ട് കിട്ടി? 1/ω1 LC മൈനസ് ω1 ഈക്വൽ ടു √3R/L എന്ന് നമുക്ക് കിട്ടി. അതേപോലെ രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് വരുമ്പോൾ അതേ പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ω2 മൈനസ് 1/ω2 CL അല്ലെങ്കിൽ LC എന്ന് പറയുന്നത് √3R/L എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കണേ, ഒരു ω1 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിലേഷൻ എന്തായിട്ട് മാറി? 1/LC മൈനസ് ω1 സ്ക്വയർ ഈസ് ഈക്വൽ ടു √3R/L ഇൻറ്റു ദാറ്റ് മച്ച് ω1. അതേപോലെ രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കിയേ, അതേ സ്റ്റെപ്പ് നമ്മളൊന്ന് ചെയ്തേ. ഒന്ന് സ്ക്വയർ ചെയ്തേ ω2 കൊണ്ട്. സോ ω2 സ്ക്വയർ മൈനസ് 1/LC is equal to √3R/L into ω2. അപ്പൊ ഇവിടെ ഈ LC നമ്മൾ കളയുമ്പോൾ കപ്പാസിറ്റൻസ് അങ്ങ് പോയി അല്ലെ, നമ്മുടെ ഉദ്ദേശിച്ച ഒരു പ്രോസസ്സിലേക്ക് വരിക. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് വെച്ചേ. അപ്പൊ നമുക്ക് അഡീഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്നാ കിട്ടും നോക്കി. ഇത് മൈനസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ω2 സ്ക്വയർ മൈനസ് ω1 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ദാറ്റ് √3R/L into ω1 plus ω2. ഇത് A square minus B square form we can write to be ω2 minus ω1 into ω2 plus ω1. That must be equal to √3R/L into ω1 plus ω2. ഈവൻ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? നമുക്ക് വേണ്ടത് ω2 മൈനസ് ω1. ദാറ്റ് ഈസ് അവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3R/L. ഓക്കെ, അവർ ആൻസർ ഈസ് R/L അല്ലെ? സോ അവിടെ നിന്ന് R/L എന്ന് പറയുന്നത് കംഫർട്ട് ആയിട്ട് ω2 മൈനസ് ω1 ഡിവിഷൻ ബൈ √3. നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എത്തിക്കഴിഞ്ഞു. എന്ന് പറയുന്നത് ω2 എന്ന് പറയുന്നത് യെസ് 800 ഹെർട്സ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് 2π into 800 minus that 200, that much division by √3. Yes, exactly. അപ്പൊ നമുക്ക് വേണ്ടത് ആക്ച്വലി ഡെൽറ്റ എഫ് ആണ് അല്ലെ? അത് R/L into 2π ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് R/L into ഡിനോമിനേറ്ററിൽ 2π എന്ന് പറയുന്നത് ഇവിടെ 2π into 800 minus 200, 600 division by √3 by 2π. 2π ക്യാൻസൽ ആയിട്ട് അല്ലെ? 600 by √3, 600. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 200 into 3 അല്ലെ? അപ്പൊ അതിനെ √3 into √3 by √3. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 200 √3. ഒരല്പം ലെങ്തിയാണ്, പക്ഷെ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റുകൾ അതിൽ വളരെ കൃത്യതയോടെ നമ്മുടെ എസ്പെഷ്യലി ബാൻഡ് വിഡ്ത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ഗ്രാഫിനെ പറ്റി, കപ്പാസിറ്റീവിന്റെ പ്രൊഡോമിനൻസ് എവിടെ നടക്കും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവിന് എങ്ങനെ പ്രൊഡോമിനൻസ് വരും, ഈ ഇക്വേഷൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ബാൻഡ് വിഡ്ത്തിന്റെ വളരെ പ്രധാനപ്പെട്ട റിലേഷനിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള ആസ്പെക്ട്സ് ബേസ് ചെയ്തിട്ട് XL മൈനസ് XC-യുടെ വാല്യൂ എന്തെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അത് 200-നും 800-ലും വരുമ്പോൾ പ്രിഡോമിനൻസ് അനുസരിച്ച് അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു തരത്തിലേക്ക് ഉത്തരത്തിലേക്ക് വരും. ഒരിക്കൽ കൂടെ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26.
A collimated beam of charged and uncharged particles is directed towards a pole marked P on a screen as shown below. If the electric and magnetic fields are indicated below or turned on, yes, എന്താണ് ഇവിടെ സംഭവിക്കുക? ഒരു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ന്യൂട്രൽ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവയ്ക്കൊന്നിലും എഫക്റ്റഡ് അല്ല, നേരെ പോയിരിക്കും അല്ലെ, അത് ഗ്യാരണ്ടിയാണ്. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾ പോയാൽ എങ്ങനെയായിരിക്കും? അപ്പൊ അവിടെ നമ്മുടെ വെലോസിറ്റി സെലക്ടർ ഒക്കെ ഓർത്തിരിക്കണം. ഉറപ്പായിട്ടും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇഫ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് പാലിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ അത് പാലിക്കപ്പെടുന്നുണ്ടോ? അൺഡിഫ്ലക്റ്റഡ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? നമുക്കത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ. ഓക്കെ, എന്തായാലും ലോറൻസ് ഫോഴ്സ് വരുമ്പോൾ ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് Q × V ആണ് അല്ലെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് താപ്പോട്ടാണ്, അപ്പൊ ആ ഫോഴ്സ് താപ്പോട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഗുഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ളത് എങ്ങോട്ടാണ്? അപ്പൊ അവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വെർട്ടിക്കലി നമ്മുടെ മോണിറ്ററിന് പോസിറ്റീവ് ഡയറക്ഷനിലാണ് അല്ലെ. യെസ്, പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് യെസ് പിയിലേക്കാണ്. അപ്പൊ താഴോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സും ഈ താഴോട്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഡിഫ്ലക്ഷൻ അവിടെ നടക്കും. ഒരു കാരണവശാലും ആ ചാർജ്ഡ് പാർട്ടിക്കിൾ പിയിലേക്ക് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ആൻസർ കൊടുക്കാം? Only the neutral particles will reach the point P undeflectedly. So exact ആയിട്ട് നമുക്ക് തേർഡ് ചോയ്സ് നമുക്ക് ആൻസറിലേക്ക് കൊടുക്കാവുന്നതാണ്. So we can move with the question number 27. നോക്കണേ. An engine runs between a reservoir at 200 Kelvin. A hot body which is initially at a temperature 600 Kelvin. If the hot body cools down to temperature 400 in the process, then the maximum amount of work that the engine can do, the heat capacity is given as 1 joules per Kelvin. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഹോട്ട് നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ 600 നിന്ന് 400 കുറയുമ്പോൾ എന്തുമാത്രം വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. തെർമോഡൈനാമിക്സിനെ കുറിച്ച് വളരെ വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിലേ പറ്റൂ. യെസ്, അപ്പൊ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുക നോക്കണേ. ഫസ്റ്റ് അപ്പോൾ ഇവിടെ നോക്കണേ, മാക്സിമം എമൗണ്ട് ഓഫ് വർക്കാണ്. അപ്പൊ മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർനോട്ട് സൈക്കിൾ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തുമാത്രം ഹീറ്റ് എനർജിയാണ് അവിടെ സംഭവിച്ചു എന്നുള്ളത്. അത് നമുക്കറിയാം, DQ എന്ന് പറയുന്നത് MC ഡെൽറ്റ തീറ്റ അല്ലെ. അതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ ഹയർ ടു ലോവർ ആയതുകൊണ്ട് നമുക്ക് മൈനസ് സൈൻ കൊടുക്കാം. ഇവിടെ MC എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെ. അപ്പോൾ അത് തെർമൽ കപ്പാസിറ്റി, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം, -C × DT. പക്ഷെ ഇവിടെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ആയിട്ടാണ് തന്നിരിക്കുക. സോ 1 × DT. അപ്പൊ നമുക്ക് ദാറ്റ് DQ എന്ന് പറയുന്നത് -DT ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്കാണ്. നമുക്കറിയാം സിമ്പിൾ ആയിട്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ഡിവിഷൻ ബൈ ദാറ്റ് ടെമ്പറേച്ചർ ഇൻ ദ സോഴ്സ് അല്ലെങ്കിൽ Q ഇൻസൈഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇതില് നമുക്ക് W എന്ന് പറയുന്നത് എഫിഷ്യൻസി × Q ഇന്നല്ലേ. ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫിഷ്യൻസി × DQ ആയിട്ട് നമുക്ക് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ, മാക്സിമം വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. യെസ്, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓർക്കണേ, എഫിഷ്യൻസി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം 1 - ദ സിങ്ക് ടെമ്പറേച്ചർ, ഇവിടെ എത്രയാ 200, ഡിവിഷൻ ബൈ സോഴ്സ് ടെമ്പറേച്ചർ T. ഓക്കെ, that much into DQ. DQ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, -C × DT അല്ലെ, 1 × DT അല്ലെ. DQ എന്ന് പറയുന്നത് DT ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞു. ഏത് ലിമിറ്റ് മുതൽ ഏത് ലിമിറ്റ് വരെയാണ്? അപ്പൊ ഇവന്റെ ടെമ്പറേച്ചർ വ്യത്യാസം വരേണ്ടത് 600 to കറസ്പോണ്ടിംഗ്ലി 400 വരെയാണ്.
ഇക്വേഷൻ എല്ലാം ആയി കഴിഞ്ഞു. ഇനി ഇന്റഗ്രേഷൻ നടത്തിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആ സ്റ്റെപ്പിനെ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ എഴുതാം. മൈനസ് ഇന്റഗ്രൽ 600 to 400, മൈനസ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ, 1 into dt മൈനസ് വീണ്ടും ഇന്റഗ്രൽ 600 to 400, ഓക്കെ, 200 by t into dt. യെസ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഇന്റഗ്രേഷൻ പ്രോസസ്സിലേക്ക് വെച്ചാൽ നോക്കണേ. 1 into dt എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ട് അറിയാം എന്താണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ടി ബിറ്റ്വീൻ ദ ലിമിറ്റ്സ്, ഏത് മുതൽ ഏതുവരെ, 600 to 400 മൈനസ്. അപ്പോൾ ഇവിടെ 1/t dt എന്ന് പറയുമ്പോൾ ലോഗ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് നമുക്കറിയാം. ലോഗ് ടി ബിറ്റ്വീൻ ദ ലിമിറ്റ് 600 to 400. അപ്പോൾ കെയർഫുൾ ആയിട്ട് നമുക്ക് സ്റ്റെപ്പുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൈനസ് ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് 400 ആണ് അല്ലെ. അപ്പൊ 400 മൈനസ് 600, അപ്പൊ മൈനസ് 200 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മൈനസ് 200 ഇൻറ്റു ലോഗ് 400 ബൈ ലോഗ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ ലോഗ് 400 മൈനസ് ലോഗ് 600, അപ്പോൾ 400 ബൈ 600. യെസ്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ ഒന്ന് പുറത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ മൈനസ് മൈനസും കൂടെ നമുക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് 200 ആയിട്ട് മാറും. ഇവിടെയും പ്ലസ് ആയിട്ട് മാറും. അപ്പൊ പ്ലസ് 200 ഇൻറ്റു ലോഗ് 2/3 ആണ് ആൻസർ. പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് അവിടെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ 3/2 എന്നുള്ള ഒരു ചോയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഇതിൽ നിന്നൊരു മൈനസ് സൈൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതിക്കൂടെ 200 ഇൻറ്റു 1 minus log that 3/2, that much 2. That means we get the choice as the second option as the answer. Lengthy ആണ്, but keep in mind theory ഒത്തിരി പ്രാക്ടീസ് ഉള്ള കുട്ടികൾക്ക് ടോക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് ആണ് KVPY ചോദിച്ചിരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ക്ലാസ് 11 ക്ലാസ് 12 സ്റ്റുഡൻസിന് വേണ്ട സപ്പോർട്ട് ഈ ഒരു SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്, ഈവൻ ഫോർ ദ റിപ്പീറ്റേഴ്സ്. സോ കീപ് ഇൻ ടച്ച്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ എൻട്രൻസും കോമ്പറ്റേറ്റീവ് എക്സാമുമായിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ് SS ഫിസിക്സ് ടിപ്സ് എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ സബ്സ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യു ക്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്പർ 28. A clock tower of Dehradun is famous for the sound of its bell, which can be heard faintly up to the outskirts of the city 8 kilometers away. Let the intensity of this faint sound be 30 decibel. The clock is situated 80 meters high. The intensity at the base of the tower is. That sound എന്ന് പറയുന്നത് ഒരു ടവറിന്റെ ഹൈറ്റ് ആണ്. സോ അത് 80 മീറ്റർ ഹൈ ആണ്. ഇപ്പോൾ ഒരു 8 കിലോമീറ്റർ അകലെയുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. സാധാരണ സൗണ്ടിന്റെ ഇന്റൻസിറ്റി ഒത്തിരി വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ ലോഗരിതമിക് സ്കെയിലിലാണ് സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പൊ ലോഗരിതമിക് സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ദാറ്റ് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 10 log to the base 10 of I/I0. അതില് that I0 is said to be that threshold of hearing എന്ന് പറയുമ്പോൾ സാധാരണ രൂപത്തിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 to the power of -12 watt per meter square ആണ്. അപ്പൊ ത്രഷോൾഡ് ഓഫ് പെയിൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 120 ഡെസിബൽ ഒക്കെയാണ് വരുന്നത്. അപ്പൊ കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ സെപ്പറേഷനുമാണ്. അതും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കേസസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് അല്ലെ. ഏതൊക്കെ തമ്മിലാണ്? 8 കിലോമീറ്റർ അകലെയുള്ളതും അതോടൊപ്പം 80 മീറ്റർ സെപ്പറേഷനിലുള്ള രണ്ട് കേസസ്. നമുക്കതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ബൈ യൂസിങ് ദ എബോവ് റിലേഷൻ. L2 minus L1 is nothing but equal to, ഫസ്റ്റ് കേസ് നമുക്ക് പറയാം 10 to the log to the base 10 of the second intensity division by the threshold of pain minus 10 log to the base 10 of I1 division by I0. അപ്പൊ നമ്മുടെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്താൽ L2 മൈനസ് L1 എന്ന് പറയുന്നത് log I2 ഡിവിഷൻ ബൈ I1 എന്ന് നമുക്ക് എടുക്കാം.
പക്ഷെ I2 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/R2² ആണ്. അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക. സോ 10 to the log is I2/I1. I2 പ്രൊപ്പോർഷണൽ ടു 1/R2². അപ്പൊ നമുക്ക് എന്ത് പറയാം? R1² ഡിവിഷൻ ബൈ R2². അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് കൃത്യതയോടെ പറയുന്നുണ്ട് R1 എന്ന് പറയുന്നത് 8,000 എന്നാണ്, അല്ലേ? 8 കിലോമീറ്റർ, അപ്പൊ 8,000 മീറ്റർ. R2 എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. That much square, that is equal to 10 log that 8 cancel, so 100, 10 to the power of 4. അപ്പൊ 10 to the power of 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 10 into 4 into log to the base 10 of 10. log 10 എന്ന് പറയുമ്പോൾ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പൊ L2 മൈനസ് L1 എന്ന് പറയുന്നത് നമുക്ക് 40 ആയിട്ട് കിട്ടി. നമുക്ക് വേണ്ടത് സെക്കൻഡ് കേസിലെ വാല്യൂ എന്ന് പറയുന്നത് L1 പ്ലസ് 40 ആണ്. അത് ഓൾറെഡി 30 ഡെസിബൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ ആൻസർ ആസ് 70 ഡെസിബൽ. സോ ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ L2 മൈനസ് L1 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ആ ഇന്റൻസിറ്റി ലോഗരിതമിക് സ്കെയിലിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 log to the base 10 of I/I0. വളരെ പ്രധാനപ്പെട്ട ഒരു ഹയർ ഓർഡർ തിങ്കിങ് കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. The next question എന്ന് പറയുന്നത്, see the question number 29. An initially uncharged capacitor C is being charged by a battery of EMF E through a resistor R up to the instant when the capacitor is charged to the potential E/2. The ratio of work done by the battery to the heat dissipated by the resistor that is given by. സ്റ്റെപ്പുകൾ വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഹിയർ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ആ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. സോ എ റെസിസ്റ്റർ, എ കപ്പാസിറ്റർ that is connected to an EMF E. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഇതിലൂടെ ചാർജ് ഫ്ലോ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. കപ്പാസിറ്ററിലേക്ക് മാക്സിമം കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E/2 ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ചാർജ് ഫ്ലോ എന്തുമാത്രമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. Q is equal to C into V അല്ലേ? സോ C into പൊട്ടൻഷ്യൽ എന്താണ്? E/2 ആണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദ ബാറ്ററി? വർക്ക് ഡൺ ഫോർ ദാറ്റ് ചാർജ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ചാർജ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ എന്നുള്ള തരത്തിൽ, അല്ലെ? സോ C into E/2 into that EMF E. So that is equal to 1/2 C into E square. So that is a very important ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് ബൈ ദ റെസിസ്റ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, സോ സമയം സെയിം T സമയം ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇത് ഫുള്ളി ചാർജഡ് ആയിട്ടില്ല, അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു DH ഹീറ്റ് പ്രൊഡക്ഷൻ സ്മോൾ എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ I² R into dt ആയിട്ട് നമുക്ക് കൺസിഡർ. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് ഫ്രം 0 to T I² R into dt. അപ്പോൾ ഇവിടെ ട്രാൻഷ്യന്റ് കറണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിയണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരു കപ്പാസിറ്റർ റെസിസ്റ്റർ സർക്യൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. I is equal to E/R into E to the power of T by that CR. അപ്പൊ ചാർജ് ഫ്ലോയിങ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും CE into 1 minus E raised to minus T by RC. അപ്പൊ ഇവിടത്തെ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് CE/2 ആയിട്ട് മാറുമ്പോൾ we can write to be CE minus CE into E raised to minus T by RC. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, -CE/2 എന്ന് പറയുന്നത് -CE into E raised to minus T by RC. CE ക്യാൻസൽ ആണ്. അപ്പൊ നമുക്ക് 2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് 1/E raised to T by RC ആണ്. That means log എന്ന് വെച്ചാൽ 2 equal to E raised to T by RC.
So log 2 എന്ന് പറയുന്നത് T by RC. That means the time. ഏതിനുള്ള ടൈം? നമ്മളുടെ ചാർജ് C/2 എടുക്കുന്ന സമയം എന്ന് പറയുന്നത് RC log 2 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ യു ജസ്റ്റ് ഇന്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to RC log 2 ഓഫ് ദാറ്റ് I square R. I എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു E/R into E raised to minus T by CR. That much square into R into dt. That is equal to, നമുക്ക് ഇങ്ങനെ എഴുതാം, E square by R square into ഇവിടെ ഒരു R ഉണ്ടോ മറക്കരുതേ, integral 0 to RC ln 2 E raised to minus E square എടുത്താൽ 2t division by RC into dt. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹെച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3/4 CE square by 2 ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ H എന്ന് പറയുന്നത് we get the value as is equal to 4/3 as the answer. You get the value as a C choice. വളരെ തിയറി വളരെ ഗ്രാഹ്യമായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. അടുത്തത് ഒരു ജസ്റ്റ് കമ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. കൺസിഡർ എ സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R with the uniform charge density and total charge capital Q. The electrostatic potential distribution inside the sphere that is given as is equal to Q by 4 pi epsilon 0 R into A plus B R by capital R raised to C. Not the zero of potential is at infinity. The value of A, B, Z R. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്പിയർ, ഒരു Q ചാർജ് ഉള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു R സെപ്പറേഷനിലുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്? ആ റിലേഷൻ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 into Q division by that 2R cube into that 3 capital R square minus that R square. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇതിനെ ഈ രൂപത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണ്ടേ? യെസ്, ഇവിടെ Q/4 pi epsilon 0 R ഉള്ളൂ അല്ലെ. അപ്പോൾ ബാക്കിയുള്ളതിന് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാം. സോ 1/4 pi epsilon 0 into Q division by R into 3R square by, നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയത് 2R square ആണ്, മൈനസ് R square division by 2R square. അങ്ങനെയാണെങ്കിൽ ഇവിടെ R square cancel ആയി. So 1/4 pi epsilon 0 into Q division by R into that 3/2 minus, ഇവിടെ നോക്കിയേ B, അപ്പോൾ 1/2 into small r by capital R square ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ ഫസ്റ്റ് റിലേഷനുമായിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്തെടുത്തേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് എക്ക് പകരമായിട്ട് നമുക്ക് എന്ത് വാല്യൂ നമുക്ക് കൊടുക്കാം? 3/2. അങ്ങനെയാണെങ്കിൽ ബിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് വാല്യൂ നമ്മൾ കൊടുക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു -12. അങ്ങനെയാണെങ്കിൽ സിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കും? 2. പക്ഷേ ഈ ഒരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ഈ ആൻസറിലേക്ക് വരാൻ ഒരല്പ സ്റ്റെപ്പുകൾ കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ നമ്മൾ SB ഓർ SXലെ ആദ്യത്തെ പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഫർദർ വീഡിയോസിൽ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാം. സോ ടേക്ക് കെയർ. God bless.